ഇന്ന് കേരളം ഏറെ ഭയത്തോടെയും ദുഃഖത്തോടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം. ഒരു ചെറിയ പ്രദേശത്ത് ഈ ദുരന്തം സംഭവിച്ചപ്പോഴേക്കും 280-ലേറെ ജീവനുകളാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത്. അങ്ങനെയെങ്കിൽ വർഷങ്ങളായി മലയാളികളുടെ തലക്ക് മുകളിൽ ഒരു ജലബോംബായി നിലകൊള്ളുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേവലം 50 വർഷം മാത്രം സുരക്ഷാ കാലാവധിയുള്ള മുല്ലപ്പെരിയാർ ഡാം 130 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ധൈര്യം കൊണ്ടാണോ, അതോ പ്രതികരിച്ചിട്ടും കാര്യമില്ലെന്ന തിരിച്ചറിവ് കൊണ്ടാണോ ആളുകൾ ഈ വിഷയത്തെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ നിലനിൽപ്പിനെ തന്നെ വിഴുങ്ങിക്കളഞ്ഞേക്കാവുന്ന വൻ അപകടമാണ് മുല്ലപ്പെരിയാർ ഡാമിന് പിന്നിൽ പതിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ തേക്കടിയിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏറെക്കാലങ്ങളായി 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമാണ് ഈ അണക്കെട്ട്. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്യുന്നത് പതിവ് സംഭവമാണ്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുറുക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 1961-ലെ വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ഉയർന്നു വന്നത്. കാലപ്പഴക്കം ചെന്ന അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണെന്ന് ആദ്യകാലങ്ങളിലെ ഉയർന്നു വന്നിരുന്ന വിഷയമാണ്. 2000-ൽ പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂമികുലുക്കത്തോടുകൂടിയാണ് കേരളത്തിന്റെ ആശങ്കകൾ ഇരട്ടിച്ചത്. വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താലും ഇനി ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ഈ അണക്കെട്ടിന് കഴിഞ്ഞെന്നു വരില്ല. നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ കാലപ്പഴക്കത്തിൽ ഏറെ ഭാഗം ഒഴുകിപ്പോയിരുന്നു. അതുമാത്രമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ ഭൂചലന നിർണയ മാനദണ്ഡ പ്രകാരം സോൺ 3-ലാണ്. അതായത് റിക്ടർ സ്കെയിൽ 6.5 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാവുന്ന മേഖലയാണ് സോൺ 3 എന്നറിയപ്പെടുന്നത്. അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങുന്ന സാഹചര്യമുണ്ടായാൽ വെള്ളം മുകളിലൂടെ അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്തിൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അതോടെ അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യാം. ഇതുകൂടാതെ അണക്കെട്ടിന്റെ അടിഭാഗം ഇളകി മറിയുകയോ നിരങ്ങി മാറുകയോ ചെയ്യാനും സാധ്യതയുണ്ട്. പെട്ടെന്നുണ്ടായ പ്രളയജലത്തിൽ മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് നിലം പതിച്ചത് ഇതുപോലെയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏതെങ്കിലും കാരണവശാൽ തകർന്നാൽ 4 പാടും വെള്ളവും ചെളിയും മണ്ണും കുത്തിയൊഴുകി തൊട്ടടുത്ത ഗ്രാമങ്ങളെല്ലാം മണ്ണിനടിയിലാകും. മുല്ലപ്പെരിയാറിന് താഴെയുള്ള വെള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, കീരിക്കര, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, ഇരട്ടയാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിമിഷങ്ങൾക്കകം വെള്ളപ്പൊക്കമുണ്ടാകും. ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു ദുരന്തമായിരിക്കും ഇടുക്കി അണക്കെട്ടിലുണ്ടാവുക. മുല്ലപ്പെരിയാറിലെ 443 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം 50 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് മിനിറ്റുകൾക്കകം കുതിച്ചെത്തും. 30 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ് ഇടുക്കി അണക്കെട്ടിന്റെ സംഭരണശേഷി. മുല്ലപ്പെരിയാർ പൊട്ടിയാലും താങ്ങാനുള്ള ശേഷി കണക്കാക്കിയാണ് ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും ഒറ്റയടിക്ക് ഇത്രയും വെള്ളവും ചെളിയും മണ്ണുമായി കുത്തിയൊഴുകിയെത്തുമ്പോൾ ഈ മർദ്ദം ഇടുക്കിക്ക് താങ്ങാനായെന്ന് വരില്ല. ഇതുമൂലം ഇടുക്കിയിൽ 15 അടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയേക്കാം. ഒറ്റയടിക്കുള്ള വെള്ളത്തിന്റെ തള്ളലിൽ ഇടുക്കി അണക്കെട്ട് തകർന്നേക്കും. ഇതിന് താഴെയായി കുളമാവ്, ചെറുതോണി, ലോവർ പെരിയാർ, ഭൂതത്താൻകെട്ട് എന്നീ അണക്കെട്ടുകളുമുണ്ട്. വെള്ളത്തിന്റെ തള്ളൽ ഈ അണക്കെട്ടുകളെയും തകർത്തേക്കാം. 2 അണക്കെട്ടിലും കൂടിയുള്ള 2440 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം തള്ളുമ്പോൾ പെരിയാറിന്റെ ഇരുകരകളിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഇരച്ചു കയറും. പെരുമ്പാവൂർ, ആലുവ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകും. ചാലക്കുടി പുഴ പെരിയാറിൽ ചേരുന്നതിനാൽ ചാലക്കുടി ഭാഗത്തും വെള്ളം പൊങ്ങും. കുത്തിയൊഴുകുന്ന വെള്ളം വേമ്പനാട് കായലിലേക്കും മുനമ്പം ഭാഗത്തേക്കും തള്ളിക്കയറും. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളും കൊടുങ്ങല്ലൂർ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വെള്ളം വന്നു നിറയും. 5 ജില്ലകളിലെ 35 ലക്ഷം വരുന്ന ജനങ്ങളെ ഇത് ബാധിക്കും. ലക്ഷക്കണക്കിന് വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ എന്നിവ വെള്ളത്തിനടിയിലാകുന്നത് കനത്ത നാശനഷ്ടത്തിന് ഇടയാക്കും. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പകർച്ചവ്യാധികളും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഏറെയാണ്.
മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിന്റെ കൂടി തകർച്ച കേരളത്തെ രണ്ടായി വിഭജിക്കുന്നതിന് ഇടയാക്കുമെന്നാണ് ഡാമിന്റെ ബലക്ഷയം പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽ റിസർച്ച് സ്റ്റേഷൻ ടീം നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത്. പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് 7 വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത്. എന്നാൽ അടിയന്തിരമായി ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ 5 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം വൻ അപകടമുണ്ടാക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് 2023 മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാരത്ത് താമസിക്കുന്ന ഏകദേശം 35 ലക്ഷം ആളുകളെ ഒഴുക്കിക്കൊണ്ടു പോകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. അടുത്തിടെ ലിബിയയിൽ പഴക്കം ചെന്ന 2 ഡാമുകൾ തകർന്ന് വലിയ തോതിൽ ആളപായമുണ്ടായ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത്. അവിടെ 3000 ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ 35 ലക്ഷം പേരെ അത് ബാധിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. ലോകമെമ്പാടും അണക്കെട്ട് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്ന 1970കളിൽ നിർമ്മിച്ച 2 ഡാമുകളാണ് ലിബിയയിൽ തകർന്നത്. എന്നാൽ ആധുനിക ഡാം നിർമ്മാണ സങ്കേതങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപ് 1895ലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണത്രേ. UN നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലിബിയയിലേത് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെ 1 വർഷം മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട്. അവയിൽ ഏറെയും ഇന്ത്യയിലും ചൈനയിലുമാണ്. അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാമെന്നും ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഏതായാലും മഴ അവസാനിക്കുന്നതോടെ ഈ വിഷയവും അപ്രത്യക്ഷമാകുമെന്നറിയാം. പക്ഷേ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ്. അപകടമൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.